വഖഫ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ വഖഫ് ബില്ലിനെ സംബന്ധിച്ച ഒരു ഇടതുപക്ഷ ബദലിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലഘട്ടം കൂടി ആകുമ്പോൾ വഖഫ് ബില്ലിനെ സംബന്ധിച്ച് എന്താണ് നേതാക്കളുടെയൊക്കെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്? പാർട്ടി കോൺഗ്രസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നോ ഈ പ്രസംഗത്തിൽ? ഈ വിഷയത്തിൽ CPIM വളരെ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. മാത്രമല്ല ഇത് വളരെ ആസൂത്രിതമായ രീതിയിൽ രാജ്യത്ത് സാമുദായിക ചേരിതിരിവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ നടപ്പിലാക്കുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമാണ് വഖഫ് ബില്ല്. ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് CPM നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഈ വിഷയം മുൻനിർത്തി പ്രകാശ് കാരാട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ അവതരണത്തെ CPIM ശക്തമായി എതിർക്കും. CPMൻ്റെ 4 ലോക്സഭാംഗങ്ങളും ഈ സമ്മേളന പ്രതിനിധികളാണ്. എന്നാൽ ഇവരാവട്ടെ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ നേരിട്ട് അവിടെ ലോക്സഭയിൽ ആ സമയത്തുണ്ടാവും. ലോക്സഭയിൽ ഹാജരായി ഇതിനെതിരായി അവർ നിലപാടെടുക്കും, ഇതിനെതിരായി വോട്ട് രേഖപ്പെടുത്തും, ഇതിനെതിരായി ശക്തമായ രീതിയിൽ അവിടെ CPMൻ്റെ ശബ്ദമുയർത്തുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്ത് സാമുദായിക ചേരിതിരിവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഒട്ടേറെ നിയമങ്ങളും മറ്റുമുണ്ട്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളും യൂണിഫോം ഏകീകൃത സിവിൽ നിയമം എന്ന പേരിൽ നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഉത്തരാഖണ്ഡെല്ലാം അത്തരമൊരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞു. പിന്നെ മുത്തലാഖ് തടയാൻ എന്ന പേരിൽ ഒരു നിയമം, ഇത്തരത്തിൽ നിരവധി നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായാണ് കാണുന്നത്. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ സാമുദായികമായ ഭിന്നിപ്പുണ്ടാക്കുക. ഒരു വശത്ത് നടപ്പിലാക്കുമ്പോൾ വർഗീയതയുടെ ആ ഒരു വല്ലാത്ത കൂരുരുട്ടിൽ മറ്റ് അടിസ്ഥാന വിഷയങ്ങളെല്ലാം ജനങ്ങൾ മറന്നുപോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. ആ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും കോർപ്പറേറ്റ് വൽകൃത നയങ്ങൾ നടപ്പിലാക്കുക. ഇതാണ് മോദി സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതിനെതിരെ 2 രീതിയിൽ, ഒന്ന് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ പ്രവർത്തനം നടത്തും, ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതാണ് CPMൻ്റെ നിലപാട്. ഈ വിഷയങ്ങളെല്ലാം ഇവിടെ ഇന്നും ഉച്ചയ്ക്ക് ശേഷവും വരും ദിവസങ്ങളിലുമായെല്ലാം തന്നെ സമ്മേളനം വിശദമായി ചർച്ച ചെയ്യും. ശരി, കെ രാജേന്ദ്രനാണ് സമ്മേളന നഗരിയിൽ നിന്ന് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഉദ്ഘാടന ചടങ്ങിന്റെ സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്.